ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. സാധാരണയായിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെയല്ലേ ബണ്ണ് മേടിക്കാറ്. എന്നാൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് ഈ ബണ്ണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ ബണ്ണുണ്ടാക്കാൻ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ബണ്ണുണ്ടാക്കാൻ വേണ്ടി ഈ പാത്രത്തിലോട്ട് ഒരു 2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം നമ്മൾ ചായയ്ക്ക് എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് മൈദാമാവ് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണയായിട്ട് ബ്രെഡും ബണ്ണും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് അധികം മധുരമൊന്നുമില്ല. ഇനി ഇതിലൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ തീരെ പൊടിയായിട്ടുള്ള ഈസ്റ്റാണ്. ഇത് നമുക്ക് നേരിട്ട് തന്നെ ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. ബട്ടർ ചേർത്തതിന് ശേഷം ഈ മാവും ബട്ടറും കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോഴത്തേക്കും ആ ബട്ടറും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഈ ബട്ടർ ചേർക്കുമ്പോൾ ഈ ബണ്ണിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. അതുകൊണ്ട് കുറേശ്ശെ മാത്രം ഒഴിച്ച് ഇതൊന്ന് അയഞ്ഞ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇത് കണ്ടോ, മാവ് ഇപ്പം നല്ല അയഞ്ഞാണ് ഇരിക്കുന്നത്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് പൊടി വിതറിയതിന് ശേഷം മാവ് ഇതിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ പാത്രത്തിൽ ഒരല്പം എണ്ണമായി ഒന്ന് തടവി കൊടുക്കാം. ഈ പാത്രത്തിലാണ് കുഴച്ചെടുത്ത മാവ് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണെങ്കിൽ 1 മണിക്കൂർ നേരം കൊണ്ട് തന്നെ ഈ മാവ് ഇരട്ടിയായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. തണുപ്പൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും മാവ് ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി. ഇതിന് ഈ പാത്രം ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ട്, കുഴച്ചെടുത്ത മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ സമയം മാത്രമേ എടുത്തുള്ളൂ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി. ഇതിനി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുത്ത മാവ് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിന് ശേഷം ഇതൊന്ന് നമുക്ക് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പം ബോളുകളായിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ശേഷം ഇത് എണ്ണമയം പുരട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പാത്രം ഇല്ലെങ്കിൽ അതിന് പകരം ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതി. അതിലല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഓരോരോ ബോളുകളായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ബോളുകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് മാവ് കൊണ്ട് 7 ബണ്ണുകളാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരിക്കുന്നത്. ഞാനിവിടെ ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത് വരത്തക്ക വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ അകത്തിയും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഓരോരോ നമുക്ക് സെപ്പറേറ്റ് ബണ്ണായിട്ട് കിട്ടും. ഞാനിവിടെ വെച്ചിരിക്കുന്ന രീതിയിലാണെങ്കിൽ എല്ലാം കൂടെ കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകൾ നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്കും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് ഇത് ഒന്നും കൂടി ഇതിൻ്റെ വലിപ്പം കൂടും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ സൈസൊക്കെ ഒന്നും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം പാൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിനൊരു നല്ല ഗോൾഡൻ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാല് തേച്ച് കൊടുക്കുന്നത്. പാൽ അല്ലെങ്കിൽ എഗ്ഗ് വാഷ് ചെയ്താലും മതി. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം തേച്ച് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിത് ഓവനിലല്ല ഗ്യാസ് സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരത്തേക്കാണ് ഞാനത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. ഇത് ഗ്യാസ് സ്റ്റൗവിൽ മാത്രമല്ല ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി ആ ബേക്ക് ചെയ്യാനുള്ള ബണ്ണെല്ലാം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ സമയം എടുക്കും ഈ ബണ്ണൊക്കെ ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടി. എപ്പോഴും തീരെ ചെറിയ തീയിൽ മാത്രം വെച്ച് മാത്രമേ ഉള്ളൂ ഇത് ബേക്ക് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ബണ്ണൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ് ഇത്. കണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. പക്ഷേ നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗോൾഡൻ കളറ് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. എന്നാൽ ടേസ്റ്റിന് യാതൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല സോഫ്റ്റാണ് ഈ ബണ്ണ്. ഇത് വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ ചായയുടെ കൂടെ കൂട്ടിയോ എന്തെങ്കിലും കറിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ ബണ്ണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഓവനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ബണ്ണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് ഇത് കുഴച്ചെടുക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.